വയനാട് ബ്രഹ്മഗിരി നിക്ഷേപ തട്ടിപ്പിൽ ഫാക്ടറി പൊതുലേലത്തിന് വെക്കാൻ കോടതി വിധി. നിക്ഷേപകയായ മീനങ്ങാടി സ്വദേശിനി നൽകിയ ഹർജിയിലാണ് തൊവരിമലക്കുന്നിലെ ഫാക്ടറി ഇരിക്കുന്ന 4.19 ഏക്കർ സ്ഥലം പൊതുലേലത്തിന് വെച്ച് പരാതിക്കാരിയുടെ പണം തിരികെ നൽകണമെന്ന് കോടതി ഉത്തരവിട്ടത്. സുൽത്താൻ ബത്തേരി സബ് കോടതിയുടേതാണ് വിധി. ലേലം അടുത്ത മാസം 8-ന് നടക്കും. ബ്രഹ്മഗിരി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട 3 കേസുകളാണ് മീനങ്ങാടി സ്വദേശിനിയായ മറിയാമ്മയും മകൻ ജോബിയുടെ ഭാര്യയും നൽകിയിരുന്നത്. 50 ലക്ഷം രൂപയാണ് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് കീഴിലെ കേരള ചിക്കൻ പദ്ധതിക്കായി മറിയാമ്മ നിക്ഷേപിച്ചത്. മാസം ലാഭവിഹിതമായി 75,000 രൂപ നൽകുമെന്നതായിരുന്നു വാഗ്ദാനം. എന്നാൽ പിന്നീട് അതുണ്ടായില്ല. ജോബിയുടെ പേരിൽ നൽകിയ 22 ലക്ഷം രൂപ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഫാക്ടറി ഇരിക്കുന്ന സ്ഥലത്തെ 2.5 ഏക്കർ ഭൂമി ലേലത്തിന് വെക്കാനാണ് വിധി വന്നത്. ജോബിയുടെ ഭാര്യ നൽകിയ കേസും അവസാന ഘട്ടത്തിലാണ്. ബ്രഹ്മഗിരി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിക്ഷേപകർ നൽകിയിട്ടുള്ള കേസുകളിൽ വിധി വന്ന ആദ്യത്തെ കേസാണിത്. ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ പദ്ധതികളിൽ നിക്ഷേപിച്ചതിന് പിന്നാലെ പണം തിരികെ ലഭിക്കാത്തതിൽ നിക്ഷേപകരുടെ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.